ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സ്വർണത്തെ പറ്റിയുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ്. സ്വർണ്ണ വ്യാപാരികൾ സംസ്ഥാനത്തിനകത്ത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം കൊണ്ടുപോകുന്നതിന് ഇ-വേ ബിൽ നിർബന്ധമാക്കിയ സംസ്ഥാന GST വകുപ്പ്. ജനുവരി 1 മുതൽ പുതിയ നിയമം നടപ്പിലാക്കാനാണ് നിർദ്ദേശം. തിരക്കെട്ട് നടപ്പിലാക്കുന്ന ഈ ഉത്തരവിനെതിരെ സംസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാരികൾ രംഗത്തെത്തി. ഇന്നലെയാണ് സംസ്ഥാനത്ത് GST കമ്മീഷൻ പുതിയ ഉത്തരവിറക്കിയത്. വിൽപ്പനയുമായി ബന്ധപ്പെട്ടും വിൽപ്പനയ്ക്കല്ലാതെയും അൺരജിസ്റ്റേർഡ് വ്യക്തികളിൽ നിന്നും കൊണ്ടുപോകുന്ന സ്വർണത്തിന് 10 ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യമുണ്ടെങ്കിൽ ഇ-വേ ബിൽ വേണമെന്നാണ് പുതിയ ഉത്തരവ്. ഉത്തരവിൽ കൊണ്ടുപോകുന്ന സ്വർണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ കാണിച്ചാണ് ഇ-വേ ബിൽ എടുക്കേണ്ടത്. തിരക്കെട്ട് നിയമം നടപ്പാക്കരുതെന്നും സമരപരിപാടികളിലേക്കും വ്യാപാരികൾ മുന്നിട്ടിറങ്ങുന്നു. ഏറെ സുപ്രധാനമായ ഇത്തരമൊരു കാര്യത്തിൽ തിരക്കിട്ടാണ് നിയമം നടപ്പിലാക്കുന്നതെന്ന് കേരള ഗോൾഡ് ആൻഡ് സിവിൽ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇ-വേ ബിൽ അവതരിപ്പിക്കുമ്പോൾ കാര്യങ്ങളിൽ കൃത്യത വരുത്തുന്നതിനു വേണ്ടി SGST നിയമങ്ങൾ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറിലായി പുറപ്പെടുവിക്കേണ്ടതുണ്ട്. കേരളത്തിൽ മാത്രമായി ഇ-വേ ബിൽ നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള 10 ലക്ഷം രൂപ എന്ന പരിധി ഉയർത്തണമെന്നും അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രൻ, ട്രഷറി അഡ്വക്കേറ്റ് S. അബ്ദുൾ നാസർ എന്നിവർ ആവശ്യപ്പെട്ടു. വിവാഹത്തിനായി ഒരു സ്ത്രീക്ക് 500 ഗ്രാം സ്വർണം കൈവശം വെക്കാം എന്നുള്ള നിയമം നിലനിൽക്കുമ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്വർണം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇ-വേ ബിൽ ഏർപ്പെടുത്താനുള്ള നീക്കം ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും. 300 ഗ്രാം സ്വർണമടങ്ങുന്ന ബാഗുമായി ഒരാൾ പോയാൽ അത് വ്യാപാര ആവശ്യത്തിന് ഉള്ളതാണോ സ്വന്തം ആവശ്യത്തിനുള്ളതാണോ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? ഉദ്യോഗസ്ഥർക്ക് നിയമം ദുരുപയോഗം ചെയ്യാനുള്ള പഴുതുണ്ട്. അതിനാൽ 500 ഗ്രാമിന് മുകളിൽ സ്വർണം കൊണ്ടുപോകുന്നതിന് ഇ-വേ ബിൽ ഏർപ്പെടുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. രാജ്യത്ത് പ്രതികൂല സാമ്പത്തിക സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ സ്വർണത്തിന് മേൽ ഇത്തരമൊരു നിയന്ത്രണം വരുന്നത് സാധാരണക്കാരായ ജനങ്ങളെ പോലും ബാധിക്കുമെന്ന് നികുതി വിദഗ്ധനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് KS ഹരിഹരൻ ധനം ഓൺലൈനോട് പറഞ്ഞു. ജനങ്ങൾ വായ്പാ ആവശ്യങ്ങൾക്കായി സ്വർണം കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങളെ പുതിയ നിയമം ബാധിച്ചാൽ അത് വലിയ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. കൂടുതൽ വ്യക്തത വരുത്തി സമയമെടുത്ത് നടപ്പാക്കേണ്ടതാണ് ഇത്തരം നിയമങ്ങളെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടാതെ ഇത്തരം നിയമം ജോബ് വർക്കുകളെയും ബാധിക്കുമെന്ന് വാദിച്ചു. സ്വർണം ആഭരണങ്ങളാക്കി കടകളിൽ വിൽക്കുന്നതിനു മുമ്പായി ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും ഡൈവർക്ക് നടത്തുന്നതിനും കളർ ചെയ്യുന്നതിനും പല പണിശാലകളിലേക്കും കൊണ്ടുപോകേണ്ടി വരുന്നു. ആഭരണങ്ങളിൽ ഹോൾമാർക്ക് ചെയ്യുന്നതിന് ദൂരസ്ഥലത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഹോൾസെയിൽ വ്യാപാരികൾ സെലക്ഷന് വേണ്ടി അവരുടെ സ്ഥാപനത്തിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിലേക്ക് ആഭരണങ്ങൾ കൊണ്ടുപോകേണ്ടതായി വരാറുണ്ട്. ഇതിനെല്ലാം എങ്ങനെയാണ് രേഖകൾ സൂക്ഷിക്കേണ്ടതെന്നും അവർ ചോദിച്ചു. ജനുവരി 1 തന്നെ ഉത്തരവ് നടപ്പാക്കുന്നത് മാറ്റിവെക്കണം. വിശദമായ സർക്കുലർ പുറപ്പെടുവിച്ച ശേഷം മാത്രം നടപ്പിലാക്കാവൂ. പ്രത്യേക സമരപരിപാടികളെ കുറിച്ച് ആലോചിക്കുമെന്നും അവർ പറഞ്ഞു.